പീരുമേട് ആദിവാസി യുവതിയുടെ മരണം അതിലിപ്പോഴും ഓരോരോ ദുരൂഹതകളൊക്കെ നിലനിൽക്കുന്നുണ്ട്. ഭർത്താവ് ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നത്, അതായത് ഈ കാട്ടുമൃഗത്തിന്റെ ആക്രമണമാണ്, ആന ആക്രമിച്ചാണ് ഈ സീത മരണപ്പെട്ടത് എന്നാണ് ഇപ്പോഴും ഭർത്താവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ മൊഴി അങ്ങനെയാണ്. പക്ഷേ ഈ വനം വകുപ്പിന്റെയും അതുപോലെ തന്നെ പോലീസിന്റെയും ഒക്കെ നിലവിലെ നിഗമനം അത് ഒരു വന്യമൃഗ ആക്രമണമല്ല, ഈ ഭർത്താവിന്റെ മർദ്ദനത്തിലാണ് സീത മരണപ്പെട്ടത് എന്നാണ്. ഞാനിത് പറയാനുള്ള കാരണം, ഇന്നിപ്പോൾ ഈ സീതയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇന്ന് കൈമാറും. അതിലൂടെ ആവും ഒരുപക്ഷെ ഇതിലെ ദുരൂഹതകളൊക്കെ ചുരുളഴിയുക. നമുക്കൊരു റിപ്പോർട്ട് കാണാം. ഇടുക്കി പീരുമേട് തോട്ടാപുര സ്വദേശി സീതയുടെ മരണത്തിൽ അന്വേഷണം വഴിമുട്ടിയതിനിടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഫോറൻസിക് സർജൻ ഇന്ന് പോലീസിന് കൈമാറിയേക്കും. പീരുമേട് തോട്ടാപുരയിൽ നിന്നും 3 കിലോമീറ്റർ അകലെ മീൻമുട്ടിയിൽ വെച്ച് കഴിഞ്ഞ 13-ന് കാട്ടാനാക്രമണത്തിലാണ് സീത മരിച്ചതെന്ന് ഭർത്താവ് ബിനു മൊഴി നൽകിയിരുന്നു. പിന്നീട് പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ സീതയുടെ പോസ്റ്റ്മോർട്ടം നടത്തിയ ഫോറൻസിക് സർജൻ ഡോക്ടർ ആദർശ് രാധാകൃഷ്ണൻ ആനാക്രമണത്തിൽ സംശയം പ്രകടിപ്പിച്ചതോടെയാണ് സംഭവത്തിൽ ദുരൂഹത ഉടലെടുത്തത്. വനം വകുപ്പും ഇതേ നിലപാട് പീരുമേട് പോലീസിനെ അറിയിച്ചതായി പറഞ്ഞിരുന്നു. സീതയുടെ മരണകാരണം കാട്ടാനയാക്രമണമെന്ന ബിനുവിന്റെ മൊഴിക്കൊപ്പം പോലീസും സംഭവം കൊലപാതകമെന്ന നിലപാടിൽ വനം വകുപ്പും നീങ്ങുന്നതാണ് അന്വേഷണം വഴിമുട്ടാൻ കാരണമായത്. സംഭവത്തിൽ സത്യസന്ധവും സുതാര്യവുമായ അന്വേഷണം നടത്തി ഇടുക്കി ജില്ലാ പോലീസ് മേധാവി 4 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ഉത്തരവിട്ടു. സീതയെ ആക്രമിക്കുന്നതിനിടെ ബിനുവിനെ കാട്ടാന തുമ്പിക്കൈക്കടിച്ച് 15 അടിക്കും അപ്പുറം എറിഞ്ഞെന്നാണ് ബിനുവിന്റെ മൊഴി. എന്നാൽ ബിനുവിന് കാര്യമായ പരിക്കില്ലെന്നാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പരിശോധനയിൽ വ്യക്തമായതെന്നാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഇതുതന്നെയാണ് വനം വകുപ്പ് മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന സംശയം. അതേസമയം ബിനുവിന്റെ മൊഴിയിൽ മക്കളും ഉറച്ചു നിൽക്കുകയാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലീസിന്റെ പക്കലെത്തുന്നതോടെ മരണകാരണം പുറത്തുവരുമെന്നാണ് കരുതുന്നത്. 48 മണിക്കൂറിന് ശേഷം വനത്തിൽ സംഭവ സ്ഥലത്ത് പരിശോധന നടത്തിയ പോലീസിന് അവിടെ കണ്ടെത്തിയ കാഴ്ചകളും വരും നാളുകളിൽ വെളിപ്പെടുത്തേണ്ടി വരും. ന്യൂസ് മലയാളം, ഇടുക്കി.